MGS ഇല്ലാത്ത കോഴിക്കോട് വന്നിരിക്കുകയാണ് ഞാൻ. ഇതിൽ MGS ഇല്ലാത്ത ഒരു കോഴിക്കോട് വരിക എന്ന് പറയുന്നതിൽ തന്നെ ഒരു വലിയ ശരികേട് ഉണ്ട് എന്നെൻ്റെ മനസ്സ് എന്നോട് പറയുകയാണ്. എന്താണ് ആ ശരിയും ശരികേടും എന്ന് വിശദീകരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ, അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ, ഐ സാഡ്ലി മിസ് ഇറ്റ്. എനിക്ക് അദ്ദേഹത്തെ ആദ്യം കാണാനായിട്ട് ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ MA വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വരികയും യാതൊരുവിധ പരിചയവും യാതൊരുവിധ പരിചയപ്പെടുത്തലും ഇല്ലാതെ മുറിയിൽ ചെന്ന് കയറുകയും അപ്പോൾ തന്നെ ഒരു 1.5 മണിക്കൂർ നേരം എന്നോട് സംസാരിക്കുകയും അതിനുശേഷം എന്നെ ഒരു ശിഷ്യനായി എന്ന് പറയാൻ ഉള്ള ധൈര്യം എനിക്കില്ല, എങ്കിലും ഒരു സുഹൃത്തായിട്ടോ ഒക്കെ കണക്കാക്കുകയും ചെയ്തു. അതിനും പുറമെ എൻ്റെ ഗവേഷണ മാർഗദർശിയും എൻ്റെ ഗുരുവും വഴികാട്ടിയുമൊക്കെ അധ്യാപകനും ഒക്കെ ആയിരുന്ന പ്രൊഫസർ KN രാജും MGSുമായിട്ടും ഒരു വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ അസാമാന്യമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയ ഒരാളാണ് MGSൻ്റെ ഓർമ്മകളോടുകൂടി അദ്ദേഹത്തിൻ്റെ ചരിത്ര രചന രീതികളെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ പറയാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ചരിത്ര രചനാ രീതികൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് ഞാനൊരു ഉദാഹരണം അവതരിപ്പിക്കാം ആദ്യം എന്ന് കരുതുകയാണ്. സാമാന്യം ദീർഘമായ ഒരു ഉദ്ധരണിയാണ്, MGSൻ്റെ തന്നെ വാക്കുകൾ. കോഴിക്കോട് എന്ന ഉറങ്ങിക്കിടക്കുന്ന ചെറു പട്ടണത്തിലെ അന്നത്തെ കഥയാണ്. അനക്കമില്ലാത്ത അക്കാദമിക് അന്തരീക്ഷത്തിൽ ചെറിയ ഒരു അലയിളക്കം സൃഷ്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം റവറൻഡ് ഡോക്ടർ തിയഡോഷ്യസ് CMI എന്ന കത്തോലിക്ക വൈദികനാണ് ആയിടെ സ്ഥാപിക്കപ്പെട്ട ദേവഗിരി സെൻറ്റ് ജോസഫ്സ് കോളേജിൽ പ്രിൻസിപ്പലായി വന്നത്. കാപ്പി നിറം ചേർന്ന ലോഹ, ഒരിക്കൽ കൂടി പറയുകയാണ്, കാപ്പി നിറം ചേർന്ന ലോഹ അണിഞ്ഞ ആജാനുബാഹുവായ ഒരു ശാന്തൻ കാപ്പിരി. ഇതിനെ വെല്ലാൻ മലയാള സാഹിത്യത്തിൽ എന്നെ സംബന്ധിച്ചോളം എനിക്ക് അതിനേക്കാൾ വലിയൊരാളെ കണക്കാക്കാൻ പറ്റുന്നില്ല. VK പോലും പറ്റുമോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ആജാനബാഹുവായ ഒരു ശാന്തൻ കാപ്പിരി. ഈ തിയഡോഷ്യസിനെ ഒരിക്കലെങ്കിലും കാണുകയോ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കാണുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എന്തുമാത്രം അത് യോജിച്ചു പോകും. പക്ഷേ വാക്കുകൾ ആവശ്യമില്ലാതെ ഒന്നും ഉപയോഗിക്കുന്നില്ല, വളരെ കൃത്യമായിട്ട് അത് പറയുകയാണ്. കോഴിക്കോട് അത്ര സുപരിചിതമല്ലാത്ത കത്തോലിക്ക പള്ളി സാന്നിധ്യം. അന്ന് വരെ ഈ കത്തോലിക്കരെന്ന് പറയുന്ന വിഭാഗക്കാരിവിടെ ഇല്ലായിരുന്നു. പിന്നെ ഈ തിരുവിതാംകൂറിൽ നിന്നുള്ള കുടിയേറ്റത്തിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഈ പ്രദേശത്ത് അവർ വന്ന് പെട്ടത്. അന്ന് 2 പഴയ ഇൻ്റർമീഡിയറ്റ് കോളേജുകൾ മാത്രമാണ് നഗരത്തിൽ ഉണ്ടായിരുന്നത്. അവ BA വരെ ഉയർത്തപ്പെട്ടിരുന്നു. നായന്മാരുടെയും ബാസിൽ മിഷൻകാരുടെയും യാഥാസ്ഥിതിക സങ്കേതങ്ങളായ
ഗുരുവായൂരപ്പൻ കോളേജും മലബാർ ക്രിസ്ത്യൻ കോളേജും. അവയുടെ ആധുനികത്വം വേഷഭൂഷകളിൽ ഒതുങ്ങി ആശയങ്ങളുടെ മൂല്യങ്ങളുടെ തലത്തിൽ പ്രവേശിച്ചില്ല. അവിടെ പ്രിൻസിപ്പൽമാർ പൊതു സാംസ്കാരിക ജീവിതത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നത് മലയാളത്തിൽ പ്രസംഗിക്കുന്നത് പോലും ആഭിജാത്യക്കുറവായി കണക്കാക്കിയിരുന്നു. ഈ മനുഷ്യൻ, അതായത് തിയോഡോഷ്യസ്, വന്ന ഇടയ്ക്ക് തന്നെ പൊതു രംഗങ്ങളിൽ, പത്രങ്ങളിൽ പ്രശസ്തനായി. അദ്ദേഹത്തിന് സമകാലിക പ്രശ്നങ്ങളിൽ അഭിപ്രായമുണ്ട്. വിദ്യാഭ്യാസ പ്രശ്നങ്ങളിൽ ചിലതെല്ലാം പറയാനുണ്ട്. അവയെ പറ്റി സംസാരിക്കുന്നത് സ്വന്തം പദവിക്ക് അനുസരിച്ച് കുറച്ചിലാവുമെന്ന വിചാരം ഒട്ടും ഇല്ല താനും. ഈ ഒരു പാരഗ്രാഫിൻ്റെ ഉള്ളിൽ ഭാഷയുടെ ഉപയോഗം, എഴുത്തിൻ്റെ ഒഴുക്ക്, ആശയങ്ങളുടെ ഒരു വലിയ ശൃംഖല, ഇതൊക്കെ MGS പ്രകടിപ്പിക്കുന്നുണ്ട്. കോഴിക്കോട് പോലെ ഒരു നഗരത്തിൽ ആധുനികത വന്നതിനെക്കുറിച്ച് എഴുതാൻ മറ്റു പലർക്കും പറ്റും, പലരും എഴുതി കാണും. പക്ഷേ അക്കാഡമിക് ലോകത്ത് ഇവിടെ ആധുനികതയെ പറിച്ചു നട്ട ഒരു വ്യക്തി, അദ്ദേഹം പോലും അറിയാതെയായിരിക്കും, പക്ഷേ തിയോഡോഷ്യസ് എന്ന ആ ആജാനുബാഹുവായ ശാന്തൻ കാപ്പിരി ഈ പ്രദേശത്ത് സൃഷ്ടിച്ച അലയിളക്കത്തെക്കുറിച്ചാണ് MGS പറയുന്നത്. ആധുനികതയുടെ വരവിൻ്റെ പല വഴികളിൽ ഒന്നാണ് ഈ തിയോഡോഷ്യസ് എന്ന വ്യക്തി തന്നെ. ഇദ്ദേഹം കാഞ്ഞിരപ്പള്ളിക്കാരനാണ്, കോട്ടയം ഡിസ്ട്രിക്റ്റുകാരൻ. അവിടെ നിന്ന് വന്ന് പെട്ടതാണ് ഇവിടെ ഇങ്ങനെ ഒരു കോളേജ് തുടങ്ങാനായിട്ട്. കോളേജിന് അതിൻ്റേതായ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതാനും. പിന്നെ മറ്റൊരു കാര്യം, MGSന് ഇദ്ദേഹത്തെ അത്ര വലിയ പരിചയമില്ല. എനിക്ക് വലിയ പരിചയമില്ലാത്ത ഒരാളാണ് തിയോഡോഷ്യസ്. പക്ഷേ പല സുഹൃത്തുക്കൾ, MGSൻ്റെ പല സുഹൃത്തുക്കൾ, തായാട്ട് ശങ്കരൻ, സുകുമാർ അഴീക്കോട് എന്ന് വേണ്ട അടിയോടി, ഡോക്ടർ അടിയോടി, ഇങ്ങനെ പലരും ഇദ്ദേഹം വിളിച്ചത് കാരണം ദേവഗിരി കോളേജിൽ പഠിപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് MGSന് ഇദ്ദേഹവുമായിട്ട് ഞാൻ വായിച്ച ഭാഗം MGSൻ്റെ ഒരു ചരിത്ര പഠനക്കുറിപ്പല്ല. ചരിത്ര പഠന രീതി അവതരിപ്പിക്കാനാണല്ലോ ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. പറയപ്പെടുന്ന ആളിന് MGSന് വലിയ പരിചയമൊന്നും ഇല്ലതാനും. പക്ഷേ നമ്മുടെയൊക്കെ ബൗദ്ധിക ധാരകളിൽ ഒരു വെള്ളി നക്ഷത്രം വിരിയിച്ചു. തിയോഡോഷ്യസ് ആരാണ്, അദ്ദേഹം എന്താണ് ചെയ്തതെന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നെ തിരക്കുമായിരിക്കും. പക്ഷേ ഇത് വായിക്കുന്ന ഏതൊരാളിലും ഒരു കോഴിക്കോട് പോലെ ഒരു നഗരം, അന്നത്തെ നഗരമാണെന്ന് വിചാരിക്കണം, ഇന്നത്തെ നഗരത്തെക്കുറിച്ചല്ല MGS പറയുന്നത്. ആ വെള്ളി നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം പരിമിതികളില്ലാത്ത സ്വാതന്ത്ര്യമാണ്. ലോകം മുഴുവനും ഉള്ള മൊണാസ്റ്റിക് ഓർഡറുകൾ, ഈ ശാന്തനായ കാപ്പിരിയും ഒരു മൊണാസ്റ്റിക് ഓർഡറിൽ നിന്നാണ് വരുന്നത്. CMI, കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഭൂരിപക്ഷം മൊണാസ്റ്റിക് ഓർഡറുകളിലും 3 സത്യങ്ങൾ എടുക്കണം ചേരുമ്പോൾ. ഒന്ന്, അനുസരണം, അതായത് അവരുടെ മുകളിലുള്ളവർ പറയുന്നത് ചോദ്യം ചെയ്യാതെ അനുസരിക്കണം. മറ്റൊന്ന്, ദാരിദ്ര്യം, ഇവർക്ക് സ്വന്തമായിട്ട് ഒന്നും ഉണ്ടാകാൻ പാടില്ല. മൂന്നാമത്, ബ്രഹ്മചര്യം. ഇത് ഇല്ലാത്ത, എൻ്റെ ഓർമ്മയിൽ, എൻ്റെ അറിവിൽ ഇന്ത്യയിൽ ഒരു
കോൺഗ്രിഗേഷനേ ഉണ്ടായിരുന്നുള്ളൂ. അത് ആചാര്യ ഭാവയുടെ ആശ്രമമായിരുന്നു. അവിടെ അനുസരണവുമുണ്ട്, ദാരിദ്ര്യവുമുണ്ട്. ബ്രഹ്മചര്യമുണ്ട്, ദാരിദ്ര്യമുണ്ട്. അനുസരണത്തിന് പകരം സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ സ്വതന്ത്രനായിട്ടിരിക്കുക. സ്വതന്ത്രനായിട്ട് നിങ്ങളിരിക്കുമ്പോൾ നിങ്ങൾ ഇന്നത് ചെയ്യാതിരുന്നാൽ നന്ന്. അങ്ങനെ ആണ് ആ ആശ്രമം വിനോബ ഭാവെ കെട്ടിപ്പടുത്തത്. ഏതാണ്ട് ഇതുപോലത്തെ ഒരു സ്വാതന്ത്ര്യ അന്തരീക്ഷം തുളുമ്പി നിൽക്കുന്ന വാക്കുകളാണ് ഈ MGSലൂടെ, ഈ ചെറിയ പാരഗ്രാഫിലൂടെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയത്. ഈ സ്വാതന്ത്ര്യം അദ്ദേഹത്തെ കേൾക്കുന്നവർക്കും അദ്ദേഹം അനുവദിച്ചു കൊടുത്തിരുന്നു. അല്ലാതെ മറ്റൊരാളെ ഇത് കേട്ടേ മതിയാവൂ, ഇത് വിശ്വസിച്ചേ മതിയാവൂ എന്ന് തർക്കിക്കുന്ന MGSനെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആ രീതിയിൽ എഴുതിയ ലേഖനങ്ങളും ഞാൻ വായിച്ചിട്ടില്ല. സ്വന്തം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ, എന്നേക്കാൾ കൂടുതൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാർത്ഥി അല്ലായിരുന്നു എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. വിദ്യാർത്ഥികളായിരുന്ന പലരും ഇവിടെയുണ്ട്. അവർക്കൊക്കെ അറിയാമെന്നുള്ള ധാരണയിൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം എഴുതിയത് പ്രൊഫസർ വെളുത്താട്ട് കേശവൻ അദ്ദേഹത്തിൻ്റെ PhD തീസിസിനെ കുറിച്ച് പറഞ്ഞു. അത് ബൃഹത്തായ ഒരു വർക്കായിരുന്നു. അതിന് കാരണമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ തുടക്കത്തിലെ അതിൻ്റെ കാരണം വേറെയാണ്. പക്ഷേ അത് കഴിഞ്ഞ് അദ്ദേഹം ബൃഹത്തായ ഒരു ബുക്കും എഴുതിയിട്ടില്ല. എന്നുവെച്ചാൽ ആ ബുക്ക് തന്നെ അതുതന്നെയാണല്ലോ അദ്ദേഹം മാറ്റങ്ങൾ വരുത്തി ബുക്കായി പിന്നെ പബ്ലിഷ് ചെയ്ത്. അതിനുശേഷം എഴുതിയതൊക്കെ ചെറിയ ചെറിയ ലേഖനങ്ങൾ, ആവശ്യമില്ലാത്ത ഒരു വാക്ക് പോലും ഉപയോഗിക്കാതെ വളരെ. ഇത് വായിച്ചു നോക്കുമ്പോൾ നമ്മുടെ സാഹിത്യരംഗത്ത് ടി പത്മനാഭൻ്റെ ചെറുകഥയോടുള്ളൊരു ഒരു ഒരു പ്രിഫറൻസ് ഉണ്ട്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളത് പോലെ ചെറുകഥയിലൂടെയാണ് അദ്ദേഹം സെൽഫ് എക്സ്പ്രഷൻ നടത്തിക്കൊണ്ട്. ഏതാണ്ട് അതിനോട് സമാനമായ ഒരു രീതിയാണ് MGS സ്വീകരിച്ചത് എന്നെനിക്ക് തോന്നിപ്പോവുകയാണ്. എനിക്കത് പെട്ടെന്ന് തോന്നാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മെൻറ്ററും എന്നെ അക്കാഡമിക് ലോകത്ത് കൈപിടിച്ച് നടത്തിക്കൊണ്ടുവന്ന പ്രൊഫസർ KN രാജ. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു പുസ്തകവും എഴുതിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ PhD തീസിസ് മോണിറ്ററി പോളിസി ഓഫ് ഈജിപ്റ്റ് എന്ന് പറഞ്ഞ്, അത് ഈജിപ്റ്റുകാരെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അല്ലാതെ ആരും വായിച്ച് കാണാൻ സാധ്യത എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പല ലേഖനങ്ങൾ, ആ ലേഖനങ്ങൾ ഒരുമിച്ച് ആക്കി ഇപ്പോൾ പുസ്തകങ്ങളൊക്കെ ആക്കി ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ KN രാജും പറഞ്ഞത് പ്രബന്ധങ്ങളെക്കുറിച്ചാണ്, അല്ലാതെ പുസ്തകങ്ങളെക്കുറിച്ച് അല്ല. അതുകൊണ്ട് പുസ്തകങ്ങൾ എഴുതരുത് എന്നൊന്നുമല്ല. പക്ഷേ ഒരു സംഗതിയെക്കുറിച്ച് നമ്മൾ അറിയാനും അറിയിക്കാനും താല്പര്യമുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഒരു മാർഗം പ്രബന്ധങ്ങൾ എഴുതുക എന്നായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ PhD തീസിസ്, അത് എനിക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ. ഞാൻ അദ്ദേഹത്തോട് തിരക്കിയിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു ഊഹം, PhD തീസിസ് ബൃഹത്തായതിൻ്റെ കാരണം അവിടെ അദ്ദേഹം ഒരു അന്വേഷിയായിരുന്നു. അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് ലഭ്യമായ എല്ലാ വിവരങ്ങളും ഒന്നിനോടൊന്ന് ബന്ധപ്പെടുത്തി സംഘടിപ്പിച്ച ഒരു തീസിസ്, ഒരു ഗ്രന്ഥം ആയിരുന്നു അത്. ഈ നിലപാട് താത്വിക അടിസ്ഥാനത്തിലായിരുന്നില്ല. ഇതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം. അദ്ദേഹത്തിന് താത്വികമായ ഒരു നിലപാട് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന പ്രശ്നം എനിക്ക് തോന്നിയിട്ടുണ്ട്, എന്നെപ്പോലെ മറ്റു പലർക്കും തോന്നിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തെ സംബന്ധിച്ചോളം താത്വിക അടിസ്ഥാനത്തിന് പകരം പ്യുവർലി എംപിരിക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ.
ഞാൻ കണ്ടതിത്, എനിക്ക് മനസ്സിലായതിത്, ഞാൻ ഇൻ്റർപ്രറ്റ് ചെയ്തത് പിന്നെ ഇത് ആണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ പ്യൂർലി എംപിരിക്കലായ രേഖകളും ശാസനങ്ങളും വായിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ ആദ്യ മധ്യകാല കേരളത്തെക്കുറിച്ചുള്ള ഒരു രൂപരേഖ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തെ പോലൊരു കറതേറുന്ന രൂപരേഖ കേരളത്തിൽ ഇന്ന് വരെ ആർക്കും ഉണ്ടാക്കാനും സാധിച്ചിട്ടില്ല എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. ആ രൂപരേഖയ്ക്കുള്ളിൽ അദ്ദേഹം പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ ആദ്യം പറഞ്ഞതിനെതിരായിട്ടുള്ളതും പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ തിരുത്തും. അപ്പോൾ ഇങ്ങനെ ഒരു പ്യൂർലി എംപിരിക്കൽ. ഞാൻ കെ എൻ രാജുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് താരതമ്യപ്പെടുത്തുകയാണ്. ബിക്കോസ് എനിക്കറിയാവുന്ന രണ്ട് പ്രധാനപ്പെട്ട സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരാണ് കെ എൻ രാജും MGS നാരായണനും. രണ്ടുപേരും ഒരു കോളേജിലാണ് പഠിച്ചത്, മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ. കെ എൻ രാജും ഈ എംപിരിക്കൽ വർക്കിനാണ് അദ്ദേഹം പേരെടുത്തത്. അല്ലാതെ എക്കണോമിക്സിൽ തിയററ്റിക്കൽ എക്കണോമിക്സ്, അനലിറ്റിക്കൽ എക്കണോമിക്സ് എന്നൊക്കെ പറയുന്ന വലിയൊരു ശാഖയുണ്ട്. ആ ശാഖയിലൊന്നും അല്ല അദ്ദേഹത്തിന് പേരുള്ളൂ. ഈ MGS അവതരിപ്പിച്ച നിലപാടുകൾ, അല്ലെങ്കിൽ ചെറിയ ലേഖനങ്ങളിലൂടെ അവതരിപ്പിച്ച കാര്യങ്ങൾ, ഇത് എപ്പോൾ വേണമെങ്കിലും മാറ്റാം. നിങ്ങൾ വേറെ വിധത്തിൽ വായിച്ചു, അതാണ് ശരി എന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് മാറ്റി എഴുതപ്പെടേണ്ടതാണ് എന്ന് സ്വയം തോന്നിയാൽ അദ്ദേഹം തന്നെ മാറ്റും. അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ഇത് മാറ്റാൻ ക്ഷണിക്കുന്ന തരത്തിലും കൂടിയായിരുന്നു അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ഉദാഹരണങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ അത് മുഴുവൻ പറയാനുള്ള സമയം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം പലപ്പോഴും ഇങ്ങനെയല്ലെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാനത് കണക്കിലെടുക്കാം എന്നൊരു സ്വതന്ത്ര ഡെമോക്രാറ്റിക് ജനാധിപത്യ മനോഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, കൊസാംബിയാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ചരിത്രകാരൻ എന്ന്. അത് ഒന്ന് രണ്ട് സ്ഥലത്ത് പറഞ്ഞത് ഞാൻ ഈ ലേഖനം എഴുതാനായിട്ട് അത് വീണ്ടും വായിച്ചു. ഇത് അദ്ദേഹം വ്യക്തമായിട്ട് കൊസാംബിയാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ചരിത്രകാരൻ. പക്ഷേ കൊസാംബി പോലും അദ്ദേഹത്തിൻ്റെ ഒരു ആഫ്റ്റർ തോട്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അതായത് കൊസാംബി സൃഷ്ടിച്ച ഒരു താത്വിക പ്രപഞ്ചമുണ്ടല്ലോ, അത് കൊസാംബിയും ഒരു തത്വത്തിൽ നിന്നാണ് തുടങ്ങിയത് എന്നെനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ എംപിരിക്കൽ വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്ത ഒരു പ്രാപഞ്ചിക ലോകം, ഒരു പ്രാപഞ്ചിക നിലപാട്, അത് MGSന് ഭയങ്കരമായിട്ട് ഇംപ്രസ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ ഇത് തമ്മിലുള്ള സാമ്യം വളരെ ശക്തമാണ്. അതായത് രണ്ടുപേരും രണ്ട് തലങ്ങളിലാണ് പ്രവർത്തിച്ചത്, പക്ഷേ രണ്ടുപേരുടെയും പ്രവർത്തനങ്ങൾ തമ്മിലൊരു അപാരമായ ഒരു സാമ്യം ഉണ്ട്. അപ്പോൾ ഈ കൊസാംബിയുടെ എഴുത്തും MGSൻ്റെ എഴുത്തും രണ്ടും ഭൗതിക ലോകത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ്. എന്നാൽ അതേസമയം അതിൻ്റെ കൂട്ടത്തിൽ തെളിവുകളായിട്ട്, ഇല്ലെങ്കിൽ സാധ്യതകളായിട്ട് ഐതിഹ്യങ്ങളെയും മറ്റു കാര്യങ്ങളെയും അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. അത് പ്രൊഫസർ വെളുത്താട്ട് കേശവൻ്റെ പ്രസംഗത്തിൽ പറയുകയും ചെയ്തു. പക്ഷെ പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു വരുന്നത് ഈ വിവിധ സാംസ്കാരിക ധാരകൾ അല്ലെങ്കിൽ പാതകൾ തമ്മിൽ ഏറ്റുമുട്ടാതെ കഴിഞ്ഞുവെന്നതിന് നമുക്കാർക്കും ഉത്തരം നൽകാനാവില്ല. എന്നാൽ അതേസമയം മറ്റു പലരും MGSനെ ഒരു വിഭാഗത്തിൻ്റെ കൂടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തിൻ്റെ കൂടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് മത്സരിച്ചിട്ടുണ്ട്, അതേക്കുറിച്ച് തർക്കിച്ചിട്ടുണ്ട്. ഞാനും അദ്ദേഹത്തെ
വിമർശനാത്മകമായി അപഗ്രഥിച്ചുകൊണ്ട് അദ്ദേഹം പിന്നെ ബാബരി മസ്ജിദിനെ കുറിച്ച് എഴുതിയ ലേഖനത്തെ കുറിച്ച് ഞാനൊരു ആർട്ടിക്കിൾ എഴുതി. അതിൻ്റെ മറുപടിയായിട്ട് അദ്ദേഹം എഴുതിയതാണ് അതിനേക്കാൾ ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയത്. അത് ഞങ്ങൾ 3-4 പേര് എഴുതി. അപ്പോൾ അതിൻ്റെ മറുപടി മറ്റു 3-5 പേരെയും അദ്ദേഹം അല്പം ഹാസ്യ ഒക്കെ ഉപയോഗിച്ച് അവരെ ഇകഴ്ത്തി എന്ന രീതിയിൽ എഴുതി കഴിഞ്ഞിട്ട് അവസാനം എൻ്റെ പേര് വന്നപ്പോൾ പറഞ്ഞു, ഇയാൾക്ക് ചരിത്രം അറിയാം, ഇയാൾ ചരിത്രം പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണ്, അതുകൊണ്ട് ഇയാൾ ചരിത്രപരമായ ചില കാരണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്, അതിനുത്തരം പറയാൻ എനിക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് അദ്ദേഹം പറയുകയും പിൽക്കാലത്ത് തന്നെ കണ്ടപ്പോൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ പറഞ്ഞത് അദ്ദേഹം സമ്മതിക്കുകയും ഇപ്പം സമ്മതിച്ചോ സമ്മതിച്ചില്ലയോ എന്നുള്ളതല്ല, ഇതിനോടുള്ള ആറ്റിറ്റ്യൂഡാണ് ഞാൻ പറഞ്ഞത്. അതായത് ചരിത്രപരമായ ആർഗ്യുമെൻറ്റുകൾ ഏത് വന്നാലും അത് കൈകാര്യം ചെയ്യാൻ അദ്ദേഹം തയ്യാറായിരുന്നു എന്നാണ് എനിക്ക് പറയുന്നത്. അദ്ദേഹം സമ്മതിച്ചിട്ട് വേണ്ടല്ലോ ലോകം മുന്നോട്ട് പോകാൻ അത് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ കണ്ട കാര്യങ്ങൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ അദ്ദേഹത്തിൻ്റെ കൾച്ചറൽ സിംബയോസിസ് എന്ന ചെറിയ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം എന്താ പറഞ്ഞത്, അദ്ദേഹം കേരളത്തിൻ്റെ മധ്യകാലത്ത് എങ്ങനെ ഇവിടെ വർഗീയ വഴക്കും ബഹളമൊന്നും താത്വികമായിട്ട് തന്നെ ഇല്ലാത്ത കാലമാണ്. അത് വെച്ചാൽ അങ്ങനെയുള്ള ഫോർമേഷൻസ് ഇല്ലാത്ത കാലമാണ്. പക്ഷേ വിവിധ സാംസ്കാരിക ധാരകൾ ഉള്ള ആളുകൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ അവർ തമ്മിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം. അത് പക്ഷേ മറ്റു പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ളതുപോലെ കേരളത്തിലുണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. അതേക്കുറിച്ച് ആധുനിക കാലത്തെ കണക്കുകൾ പിന്നെ പലരും വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാനുൾപ്പെടെ. ഈ നിലപാട് ഇപ്പോഴും ശക്തിയായിട്ട് തന്നെ കേരള സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ഒരു പരിധി വരെ. ഇതിന് മാറ്റങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ സൂചിപ്പിക്കുന്ന ചില എവിഡൻസസ് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇതൊന്നുമല്ല MGS പറഞ്ഞത്. MGS പറഞ്ഞത് ഞാൻ കണ്ട മുച്ചമ്പി പള്ളിയുടെ എപ്പിഗ്രാഫ്, പിന്നെ തരിസാപ്പള്ളി ശാസനം, ജൂതപ്പട്ടയം, ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് എന്ന രീതിയിൽ അത് മാത്രം ഞാൻ ആദ്യം ഉദ്ധരിച്ച ആ പാരഗ്രാഫിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ഭാഷയുടെ മേൽ ശക്തിയായ നിയന്ത്രണമുള്ള വാക്കുകളിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ഒബ്സർവേഷനാണ്, അതൊരു തിയറട്ടിക്കൽ അനാലിസിസ് ആകുന്നില്ല. അതിനൊരു തിയറട്ടിക്കൽ എഡ്ജ് കൊടുത്തത് രാജൻ ഗുരുക്കൾ റിലിജിയൻ ആൻഡ് സൊസൈറ്റിയിൽ ഇതിന് കുറച്ചുകൂടെ ബാക്കിങ് കൊടുത്തുകൊണ്ട് എങ്ങനെ വിവിധ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾ തമ്മിൽ സഹകരിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുകയും പിൽക്കാലത്ത് പലരും അത് പിന്നെ താത്വിക സ്ഥാനം കൊടുക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ ഞാൻ പറയുന്നത് MGS അത് എഴുതിയ കാലത്ത് അതിന് അങ്ങനെ ഒരു പ്രാധാന്യം, ആ രീതിയിലുള്ളൊരു പ്രാധാന്യം. അതേസമയം അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻസ് ഓരോന്നും വളരെ പ്രധാനപ്പെട്ടത് തന്നെയായിരുന്നു. ഇവിടെയും ഞാൻ KN രാജുമായിട്ടൊരു കമ്പാരിസണ് പോവുകയാണ്. തിരുവനന്തപുരത്തെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലായിരുന്നല്ലോ KN രാജ് അവസാന കാലത്ത് പ്രവർത്തിച്ചിരുന്നു. ആ സ്ഥാപനം ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് വേണ്ടിയിട്ട് കേരളത്തിൻ്റെ ഒരു പ്രത്യേക വികസന അനുഭവത്തെക്കുറിച്ച് എംപിരിക്കലായിട്ടൊരു സ്റ്റഡി നടത്തി. 1973 പഠനം നടത്തിയത്. 75 അത് ബുക്കായി പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. പിൽക്കാലത്ത് അതിന് ലോക പ്രശസ്തി കിട്ടുകയും അമർത്യോ സെന്നിനെ പോലുള്ള പ്രഗത്ഭ എക്കോണമിസ്റ്റ്
ഇതിന് കേരള മോഡൽ എന്ന് പേരിടുകയും ഒക്കെ ചെയ്തു. അതേക്കുറിച്ച് തർക്കങ്ങളും വിതർക്കങ്ങളും ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആർഗ്യുമെൻറ്റിനൊക്കെ കാരണഭൂതനായ കെ എൻ രാജാണ് ഈ പഠനം അവിടെ കൊണ്ടുവന്നതും അത് നടത്താൻ ആളുകളെ നിർബന്ധിച്ചതും അതിന് നേതൃത്വം കൊടുത്തു. അദ്ദേഹം പക്ഷെ ഒരിക്കലും ഈ കേരള മോഡലിനെ ഓണപ്പ് ചെയ്തിട്ടില്ല. കേരള മോഡൽ എന്നൊരു ഒരു മോഡൽ ഉള്ളതായിട്ട് അദ്ദേഹം അംഗീകരിച്ചിട്ടൊന്നുമില്ല. എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഇത് MGS അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. MGSഉം അങ്ങനെ തന്നെയാണ് പറയുമായിരുന്നെങ്കിൽ പറഞ്ഞിരുന്നേനെ എന്നാണ് എൻ്റെ വിശ്വാസം. എന്നുവെച്ചാൽ അദ്ദേഹം ഒരു ഒബ്സർവേഷൻ നടത്തി അത് ഒരു ബുക്കായി അല്ലെങ്കിൽ അത് ലേഖനങ്ങളായി പ്രസിദ്ധീകരിച്ചു എന്ന് മാത്രം ഉള്ളൂ. അപ്പോൾ രാജൻ ഗുരുക്കൾ പറയുന്നത് പോലെ ഏത് പക്ഷത്തിനും ഒരു മറുപക്ഷമായി MGS. അത് ശരിയാണ്. അദ്ദേഹത്തോട് എന്ത് പറഞ്ഞാലും അതിനെ ക്രിട്ടിക്കലായിട്ട് തന്നെ ഒന്ന് തോണ്ടി വിടുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വാഭാവിക റെസ്പോൺസാണ്. അതിന് തയ്യാറായിട്ടുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ പോകാവുള്ളൂ. ഈ രാജൻ ഗുരുക്കളുടെ ഈ പ്രയോഗം, അതായത് എല്ലാ പക്ഷത്തിനും ഒരു മറുപക്ഷം ആയിരുന്നു MGS എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ അദ്ദേഹമായിട്ടുള്ള സംസാരത്തിൽ നമ്മളെപ്പോൾ വാക്കുകളുടെ മേൽ നിയന്ത്രണം വിട്ട് അധിക പ്രസംഗത്തിലേക്ക് പോകുന്നു, അതിന് ഹ്യൂമറസായിട്ട് പലപ്പോഴും, അല്ലാതെ ഒരിക്കലും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ഒരു MGSനെ ഞാൻ കണ്ടിട്ടില്ല. ഇത് പിന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്തിലും അത്ര ഒരു രോഷം കൊണ്ട രീതിയിൽ അദ്ദേഹം എഴുതിയിട്ട് ഉള്ളതായിട്ടും ഞാൻ വായിച്ചിട്ടില്ല. ഇനി ഉണ്ടായിരിക്കാം, എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും MGSൻ്റെ നിയന്ത്രണം വിട്ടുപോയാൽ അദ്ദേഹത്തിൽ നിന്നും ശക്തമായ ഒരു കൗണ്ടർ നമുക്ക് പ്രതീക്ഷിക്കാം. MGSൻ്റെ പഠനങ്ങളെല്ലാം കൂടി എടുത്ത് അതേക്കുറിച്ചൊരു സമഗ്ര വിശകലനം നടത്തുകയാണെങ്കിൽ, അങ്ങനത്തെ ഒരു പഠനം നടത്തിയിട്ടുള്ളതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളിൽ പല കോൺട്രഡിക്ഷൻസും കാണും. അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യങ്ങൾക്ക് എതിരായി പിൽക്കാലത്ത് അദ്ദേഹം മറ്റ് പോസിബിലിറ്റീസ് ഇംപ്ലൈ ചെയ്തിട്ടുണ്ടാകും. ഉദാഹരണത്തിന് കൊസാംബിയെ ആദരിച്ച MGSനെതിരായിട്ട് ഈ കൊസാംബിയെ തന്നെ ആദരിച്ച PK ബാലകൃഷ്ണനാണല്ലോ ഒരു ഭംഗ്യന്തരേണ എളംകുളം കുഞ്ഞമ്പിള്ളയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ടാർഗറ്റ് എന്ന് നമുക്കറിയാമെങ്കിലും MGSനെയും വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുപേരും ഒരേ സോഴ്സിൽ നിന്നാണ്, ഒരേ താത്വിക സമ്പ്രദായത്തിൽ നിന്ന് തന്നെയാണ് ചർച്ച ചെയ്തിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് MGS PK ബാലകൃഷ്ണനോടും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം ചില കാര്യങ്ങൾ അല്പം താഴ്ത്തി പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അത് എന്തുമാത്രം താഴ്ത്തി പറഞ്ഞു, എന്തുമാത്രം തിരുത്തുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ പ്രധാന പ്രശ്നം ലോജിക്കൽ കൺസിസ്റ്റൻസിയാണ്. ലോജിക്കൽ കൺസിസ്റ്റൻസി എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ അദ്ദേഹം തയ്യാറായിരുന്നു. ഇതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ രീതിയും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളുടെ രീതിയെയും ജനങ്ങൾ ശാസ്ത്രീയം എന്ന് പേരിട്ട് വിളിച്ചത് എന്നാണ് എൻ്റെ ഒരു ധാരണ. ഈ കൊസാംബി ആണല്ലോ മാർക്സിസ്റ്റ് ചരിത്രകാരന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോയൻ. അപ്പോൾ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ സ്വാധീനിക്കപ്പെട്ട MGSനെ ആ വിഭാഗത്തിൽപ്പെട്ടവർ തന്നെ ഒരു കാലത്ത് ഒരു ശത്രു എന്നല്ല, ഒരു എതിരാളിയായി കണ്ടിരുന്ന കഥ നമുക്കറിയാം. അതിനൊക്കെ കാരണം ഈ ജനങ്ങൾക്ക് വേണ്ട വിധത്തിലായിരിക്കില്ല MGSൻ്റെ റെസ്പോൺസസ്. ബിക്കോസ് ആ റെസ്പോൺസസ് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പ്രത്യേക ജിജ്ഞാസയുടെ റിസൾട്ടാണ്. ഈ ജിജ്ഞാസ
അത് ഗവേഷണത്തിലും എന്ന പോലെ തന്നെ എഴുത്തിലും ഒന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ഒരു വഴി തുറന്നു കിട്ടും. ആ തുറന്നു കിട്ടുന്ന വഴി അദ്ദേഹം പോവും. ഇത് വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ പല പഠനങ്ങളും നമ്മൾ ഒരുമിച്ച് വെച്ച് വായിച്ചു നോക്കിയാൽ. അപ്പോൾ ഈ ആദ്യത്തെ അവതരണത്തിൽ ആകെ ആകൃഷ്ടരായി അതിനെ പിന്തുടർന്നു പോന്നിരിക്കുന്ന കേൾവിക്കാർക്ക് അത് ഒരു അസൗകര്യമായി തോന്നും. ഇങ്ങനെയായിരുന്നു അദ്ദേഹം പോകേണ്ടിയിരുന്നത്. ഇതിൽ നിന്നൊക്കെ അങ്ങേര് മാറി വേറൊരു കാര്യം പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഈ ചിലപ്പോൾ മനുഷ്യനാകുമ്പോൾ പല പ്രശ്നങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. അദ്ദേഹം ചിലപ്പോൾ രസിച്ചിരിക്കാൻ, ചിലപ്പോൾ സ്വയം അദ്ദേഹത്തിന് പിന്നെ തർക്കങ്ങൾ തുടരട്ടെ, തർക്കങ്ങളിൽ പക്ഷേ ഞാൻ തന്നെ ആയിരിക്കണമല്ലോ എൻ്റെ കേന്ദ്രം, അപ്പോൾ ഞാൻ തന്നെയാണ് എൻ്റെ കേന്ദ്രം എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ പൊടിക്കൈകൾ ഉപയോഗിക്കുന്നതിൽ അദ്ദേഹം തയ്യാറായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ ഉള്ള സംശയമല്ലേ ഇത്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തോട് തന്നെ ഞാൻ ചോദിച്ചപ്പോഴൊന്നും അതിനൊരു ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു ഒരു ഇതുകൂടെ ഉണ്ട് എന്ന് വേണം. ഇനി MGS തന്നെ പലപ്പോഴും ഈ വളരെ വിവാദ വിഷയങ്ങൾ വരുമ്പോൾ MGSൻ്റെ ഒരു രീതി എഴുത്തിലായാലും പറച്ചിലായാലും എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഒഴിഞ്ഞു മാറ്റം എന്ന് പറഞ്ഞാൽ അത് ഈ വിഷയത്തിൽ നിന്നല്ല, ഈ രീതിയിലുള്ള ചർച്ചയിൽ തൽക്കാലത്തേക്കൊരു വിരാമമിടുക. അതിൻ്റെ അർത്ഥം ആ വിരാമം കഴിഞ്ഞാൽ അദ്ദേഹം ഇത് തന്നെ വീണ്ടും എടുക്കും, വീണ്ടും ഇതേക്കുറിച്ച് സംസാരിക്കും. എനിക്ക് അറിയാവുന്ന എൻ്റെ ഓർമ്മയിലുള്ളൊരു ഉദാഹരണം പറയുകയാണ്. അതിൽ ഉൾപ്പെട്ട ആൾ തന്നെ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി പ്രയാസമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഞാൻ പറയുക. അതായത് ശ്രീധര മേനോൻ കേരള ചരിത്ര പുനഃപ്രവയലാറിനെ കുറിച്ച് എഴുതിയ കാലത്ത് ഒരു വലിയ തർക്കവും ബഹളം ഉണ്ടായപ്പോൾ അത് ശ്രീധര മേനോൻ്റെ വർക്കിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു കമ്മിറ്റിയെ അന്നത്തെ ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്യും. അതിൽ എൻ്റെ സുഹൃത്ത് പ്രൊഫസർ KN ഗണേശിനെ അതിലൊരു അംഗമാക്കുകയും ചെയ്തു. ഇത് ഞങ്ങൾ എല്ലാവരും കൂടി ഉള്ളൊരു സംസാര വിഷയം. ഗണേശില്ല, MGS ഭയങ്കരമായിട്ട് അതിൽ പ്രതിഷേധിച്ചു. MGSൻ്റെ ആർഗ്യുമെൻ്റ് പിന്നെ ഗണേശ് തീരെ പയ്യനാണ്. ഗണേശ് അന്ന് തീരെ പയ്യനായിരുന്നു. അപ്പോൾ ഇത്രയും പയ്യനായ ഗണേശാണോ ശ്രീധര മേനോനെ അസസ് ചെയ്യുക? അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ പഠന കാര്യങ്ങളിൽ, ഗവേഷണ കാര്യങ്ങളിൽ ജൂനിയർ സ്ഥാനവും സീനിയർ സ്ഥാനവും ഒന്നുമില്ല, പ്രായം എന്ന് പറയുന്ന പ്രശ്നമല്ല എന്ന് ഞാൻ പണ്ട് കേട്ടിരിക്കുന്നത് നിങ്ങളിൽ നിന്ന് തന്നെയാണ്, MGSൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇത് തന്നെ എൻ്റെ തൊട്ടടുത്തിരുന്ന സഞ്ജയ് സുബ്രഹ്മണ്യം അന്ന് ഈ മീറ്റിങ്ങിനായി വന്നിട്ടുണ്ട്. സഞ്ജയ് സുബ്രഹ്മണ്യം ഇത് തന്നെ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി, MGSന് മനസ്സിലായി, ശരിയാണ്, ഇവിടെ എന്തോ ഒരു ലോജിക്കൽ ബ്രേക്ക് വന്നിട്ടുണ്ട്, ഇതിൽ നിന്നും മാറേണ്ട സമയമായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അതൊരു വേറൊരു വിധത്തിലിട്ട്, അതായത് MGS ഗണേശ് ചെറുപ്പമായതുകൊണ്ടല്ല, പിന്നെ എങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പരിചയം ഉണ്ടായിരിക്കുന്നതിനെയാണ് നല്ലത്, അതായിരിക്കും പൊതുജനങ്ങൾ അംഗീകരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഈ വിഷയത്തിൽ നിന്നും അല്പം മാറി. പക്ഷേ പിൽക്കാലത്ത് അദ്ദേഹം അത് കൺസിസ്റ്റൻ്റായിട്ട് ഈ അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റിൽ നിന്ന് അദ്ദേഹം മാറിയില്ല. പക്ഷേ ഈ അന്ന് ഈ സംഭാഷണത്തിൽ ഉളവായ ആ ഒരു കല്ലുകടി അദ്ദേഹം. ഇവിടെ ഞാൻ കാണുന്നത് ഈ കോലായ ചർച്ചകളിലും
വെടിവട്ടത്തിലും ഒക്കെ വളരെ കാലമായിട്ട് നമ്മുടെ കേരളത്തിൽ ഉള്ള ഒരു ശൈലി, ഒരു പ്രത്യേകതയാണ്. അതായത് എത്ര വലിയ തർക്ക വിഷയം വന്നാലും, എത്ര വലിയ വിവാദ വിഷയം വന്നാലും അതിൻ്റെ പേരിൽ അങ്ങോട്ട് ആക്രമിക്കുകയും ഇങ്ങോട്ട് ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന അഡ്ഡ, പിന്നെ ബംഗാളിലൊക്കെയുള്ള അഡ്ഡ എന്ന് പറയുന്ന ആ തരം വിനിമയം അല്ല നമ്മുടെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ അന്നത്തെ ഫ്യൂഡൽ സമുദായത്തിൻ്റെ മേലക്കടയിലുള്ളവർക്ക് മാത്രം ആയിരുന്ന ഒരു ലക്ഷറിയാണ് ഈ കോലായി ചർച്ച. MGSൻ്റെ ജീവിതം തന്നെ ഒരു കോലായി ചർച്ചയായിരുന്നു എന്ന് പറയാൻ എന്നെ അനുവദിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അദ്ദേഹത്തിൻ്റെ ആ ഓരോ കോലായി ചർച്ചയുമാണ് പുസ്തകങ്ങളായിട്ടും പ്രബന്ധങ്ങളുമായിട്ടും ഒക്കെ വന്നിട്ടുള്ളത്. ഇല്ലെങ്കിൽ വരാന്തയിലിരുന്ന്, ഇല്ലെങ്കിൽ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഒക്കെ നടത്തിയ ചർച്ചകൾ, ഈ ചർച്ചകളിലൂടെയാണ് അത് അങ്ങേയറ്റം ജനാധിപത്യപരവുമായിരുന്നു. ഞാനൊരിക്കലേ അങ്ങനെ യാത്ര ചെയ്തിട്ടുള്ളൂ. ഒരിക്കൽ അദ്ദേഹമായിട്ട് ട്രെയിനിൽ ജമ്മു കാശ്മീർ വരെ, ശ്രീനഗർ വരെ പോയിട്ടുണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് അറ്റൻഡ് ചെയ്യാനായിട്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 10-100 വിദ്യാർത്ഥികൾ കൂടെയുണ്ട്. അവരുമായിട്ട് അവിടുത്തെ തണുപ്പിലും റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ വിരിച്ചും ഒക്കെ കിടന്നുറങ്ങി. ഞാൻ കിടന്നില്ല, ഞാൻ മുറി എടുത്ത് റെയിൽവേ റിട്ടയറിംഗ് റൂമിൽ മുറിയെടുത്തു. ബാക്കി ഉള്ളവരുടെ കൂടെ ഇദ്ദേഹം ആ ഒരു ജനാധിപത്യ ബോധം അദ്ദേഹത്തിൻ്റെ എഴുത്തിലും വളരെ പ്രകടമായിരുന്നു. ആ പ്രകടമായ ജനാധിപത്യ ബോധം അദ്ദേഹത്തിൻ്റെ പെഡഗോജിയിലും ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പെഡഗോജിയെക്കുറിച്ച് പഠിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളെയൊക്കെ പരിചയമുള്ളവരുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു വിവരം വെച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെഡഗോജി ഇത് തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗവേഷണ ചിന്തകളും ഈ തരത്തിലുള്ളതായിരുന്നു. അതിൻ്റെ ആകത്തുകയായിട്ട് പുറത്തു വന്നിട്ടുള്ള പ്രബന്ധങ്ങളും പുസ്തകങ്ങളും ഈ രീതിയിൽ ഉള്ളതായിരുന്നു. അതിൻ്റെ പേരിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും പല വിവാദങ്ങളും ഒക്കെ ഉണ്ടായിക്കാണും. അത് ഒന്നും അദ്ദേഹത്തിന് ബാധകമല്ലായിരുന്നു. അദ്ദേഹത്തിന് എത്ര പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചാലും പ്രൊവോക്ടാകാത്ത ഒരാളായിരുന്നു അദ്ദേഹത്തെ. എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൻ്റെ സാമ്പത്തിക, സാമൂഹ്യ, രാഷ്ട്രീയ ചരിത്ര മണ്ഡലത്തിൽ 3 പുസ്തകങ്ങളാണ് ശരിക്ക് കേരളത്തിൻ്റെ ചരിത്ര പഠനത്തെ തന്നെ മാറ്റിമറിച്ചത് എന്നാണ് ആ രംഗത്ത് കുറച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എൻ്റെ വിശ്വാസം. അതിലൊന്ന് TC വർഗീസിൻ്റെ അഗ്രേറിയൻ ചേഞ്ച് ആൻഡ് ഇക്കണോമിക് കോൺസിക്വൻസസ് എന്ന 1963 64 പബ്ലിഷ് ചെയ്ത ഒരു ബുക്ക്. KN രാജൻ്റെ മാർഗദർശിത്വത്തിൽ ചെയ്ത ഒരു PhD തീസിസാണ്. പിന്നെ ഒന്ന് അശ്വിൻ ദാസ് ഗുപ്തയുടെ മലബാർ ഇൻ ഏഷ്യൻ ട്രേഡ്. പിന്നൊന്ന് MGSൻ്റെ രണ്ടാം ചേര സാമ്രാജ്യത്തെ അല്ലെങ്കിൽ ചേരന്മാരെക്കുറിച്ചുള്ള പഠനം. ഈ 3 പഠനങ്ങളും ഹൈലി എംപിരിക്കലും ഹൈലി ലോജിക്കലി റിഗറസും ഹൈലി സയൻറ്റിഫിക്കുമായിരുന്നു. ഇതോടുകൂടിയാണ് കേരളത്തിനൊരു പുതിയ ഗവേഷണ പാരമ്പര്യം, പുതിയ ചരിത്ര പഠന പാരമ്പര്യം ഉളവായത് എന്നാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു.